തെരഞ്ഞെടുപ്പ് സമയത്ത് ഏപ്രിൽ 5 പുലർച്ചെ നമ്മുടെ കൈവേലിക്കൽ മുളിയാന്തോട് എന്ന് പറയുന്ന പ്രദേശത്ത് ബോംബ് സ്ഫോടനം നടന്നു. ഷെറിൻ കൊല്ലപ്പെട്ടു. വിനോദനും വിനീഷിനും മാരകമായി കണ്ണിനും കൈക്കും പരിക്ക് പറ്റി. അങ്ങനെ 10ഓളം ആളുകളെ പ്രതിചേർക്കപ്പെട്ടു. അപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞതെന്താ, അവർ സന്നദ്ധ സേവനത്തിന് പോയതാണ്. പിന്നീട് പറഞ്ഞ ഡിവൈഎഫ്ഐയുടെ ഒരു സംഘം ആളുകൾ ആ ബോംബ് നിർമ്മിച്ചതെന്ന് വ്യക്തമായി. ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനമാണ് ബോംബ് നിർമ്മിച്ചത്, ഏതെങ്കിലും ഒരു വ്യക്തിയല്ല. അവിടുത്തെ സകല കമ്മിറ്റിയും, ഏരിയ കമ്മിറ്റിയും ബ്രാഞ്ച് കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും എല്ലാം ഒരുമിച്ചിരുന്നിട്ടാണ് ബോംബ് നിർമ്മിക്കുന്നത്. അപ്പം അതിന് കാവൽക്കാരായി കുറെ ആളുകൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വാഹനം കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ സംഭവങ്ങളും ഒരുക്കിയിട്ടാണ് ബോംബ് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. അപ്പം അവിടെ ഡിവൈഎഫ്ഐ തള്ളിപ്പറഞ്ഞ ഒരു സംസ്ഥാന സെക്രട്ടറിയാണ് ഗോവിന്ദ മാഷ് ഡിവൈഎഫ്ഐ തള്ളിപ്പറഞ്ഞു. ഡിവൈഎഫ്ഐ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോഷക സംഘടനയല്ല, നിങ്ങൾ സനോജിനോട് പോയി ചോദിക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പം CPM ആരെയാണ് ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ ലഭ്യരാകുന്നതാണ് CPM തന്നെയാണ് ആവുന്നത്. കാരണം ഇന്നത്തെ ഭരണകൂടത്തിലെ ഡിവൈഎഫ്ഐയുടെ എത്ര നേതാക്കന്മാർ മന്ത്രിമാരായിട്ടുണ്ട്? കഴിഞ്ഞ കാലത്ത് എത്ര മന്ത്രിമാരുണ്ട്? ഈ പറയുന്ന ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സനോജും MP ഗോവിന്ദനും ഇനി സമീപകാലത്ത് ഒരേ സ്റ്റേജിൽ വരില്ലേ? ഒരേ സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടില്ലേ? ഡിവൈഎഫ്ഐയുടെ പരിപാടിയിൽ MP ഗോവിന്ദൻ വരില്ലേ? എന്നിട്ടാണ് ആ സമയത്ത് പറഞ്ഞ ഡിവൈഎഫ്ഐയോട് ഞങ്ങൾക്ക് ബന്ധമില്ല, നിങ്ങൾ പോയിട്ട് ഡിവൈഎഫ്ഐയോട് സനോജിനോട് പോയി ചോദിക്കുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3ാമത്തെ ദിവസമാണ് പ്രകാശൻ എന്ന് പറയുന്ന ബ്രാഞ്ച് കമ്മിറ്റി അംഗം അവിടെ ഒരു പോസ്റ്റ് ഇട്ടത്. നിങ്ങൾ കാണാം ഫേസ്ബുക്കിൽ. എന്താണ് ഈ പറയുന്ന ഷെറിന് വീര രക്തസാക്ഷിക്ക് ആദരാഞ്ജലികൾ, അല്ലെങ്കിൽ ധീര രക്തസാക്ഷിക്ക് ചുവപ്പ് പുഷ്പാഞ്ജലികൾ എന്നൊക്കെ പറഞ്ഞിട്ടിട്ട പോസ്റ്റ് ഉണ്ട്. ആരാ ഇട്ടത്? അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം പ്രകാശനാണ്. അവിടുത്തെ ബ്രാഞ്ചും ഏരിയയും ഒക്കെ ഈ ബോംബ് നിർമ്മാണത്തിന്റെ കൂടെയാണ്. അവരെ ഒരു വശത്ത് തള്ളിപ്പറയുമ്പോൾ മറുവശത്ത് എല്ലാ സഹായവും ചെയ്യുന്ന CPM ആണ്. CPM DYFI എന്ന് പറയുന്ന പോഷക യുവജന പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞ കേസാണ് ഈ ഷെറിന്റെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഷെറിൻ മരിച്ച സംഭവം. പക്ഷെ CPM ഇതേ DYFIയുടെ കൂടെ എത്ര പരിപാടികൾ ഇനി പങ്കെടുക്കും ഗോവിന്ദൻ? ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കൈവേലിക്കൽ നടന്ന ബോംബ് സ്ഫോടനം നടന്ന ഷെറിൻ കൊല്ലപ്പെട്ട ബോംബ് നിർമ്മാണം നടന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത്, തെരഞ്ഞെടുപ്പിന് ശേഷവും ചില ആസൂത്രണപരമായ നീക്കം CPMന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അത് നമുക്ക് ചില ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ CPM എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ ഈ സമാധാന അന്തരീക്ഷം ഒരുപറ്റ CPM നേതാക്കന്മാർക്ക് പിടിക്കുന്നില്ല. അത് യാഥാർത്ഥ്യമാണ്. CPM-നും കലാപരാഷ്ട്രീയം വേണം. ഇവിടെ ഈ പറയുന്ന പ്രദേശമൊക്കെ ഒരു സമാധാനത്തോടെ ജീവിക്കുന്ന പൊതുസമൂഹത്തിന്റെ വെല്ലുവിളിക്കാണ് CPM നേതാക്കന്മാർ. CPM-ന്റെ ഒരുപറ്റം നേതാക്കന്മാർക്ക് ഈ സമാധാനം ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അവർ ബുദ്ധിപൂർവ്വം ആസൂത്രണം ചെയ്യുന്ന ചില സംഭവങ്ങളുണ്ട് എന്ന് സമീപകാല സംഭവങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുക. ചില ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് CPM. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞകാല സമാധാനമായ അന്തരീക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം CPM-ന്റെ ഭാഗത്തു നിന്നുണ്ട് എന്ന് ബോധ്യപ്പെടുക. അതിനു വേണ്ടിയിട്ടാണ് ഈ കൈവേലിക്കൽ ബോംബ് നിർമ്മാണവും നടന്നിട്ടുള്ളത് എന്നത് ഒരു വസ്തുതയാണ്. CPM ഈ സമാധാനത്തെ ഇഷ്ടപ്പെടുന്നില്ല എന്നൊരു വസ്തുതയാണ്. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ CPM, ഞങ്ങൾ നേരത്തെ നിങ്ങളെ സൂചിപ്പിച്ചതുപോലെ CPM-ന് പറയാമായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ സംഘടന പറഞ്ഞിട്ടാണ്, ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ബോംബ് നിർമ്മിച്ചത്, അതുകൊണ്ട് അവർ ധീര രക്തസാക്ഷികളാണ് എന്ന് അപ്പോഴേ പറയാമായിരുന്നു. ഈ ജയരാജൻ പറയുന്നത് പോലെ പഴയ കളരി സംഭവങ്ങളും ഉണ്ണിയാർച്ചയും ഇത് കുറെ കാലങ്ങളായി കേട്ട് തയമ്പിച്ച ചെവിടുകളാണ് നമ്മളൊക്കെ. ഈ കണ്ണൂർ ജില്ലയെ പറ്റി പരാമർശിക്കുന്ന CPM നേതാക്കന്മാർ പറയുന്നത് എത്രയോ വർഷം മുമ്പേയുള്ള കുടിപ്പക. ആരോട് പക? എത്ര ജനറേഷൻ കഴിഞ്ഞടോ? ഈ കളരി സംഭവങ്ങളൊക്കെ ഇന്നിലുണ്ടായതാണോ? ആരോട് കുടിപ്പക? CPM-ന് സകലരോട് കുടിപ്പക. അതിനപ്പുറത്തമായിട്ട് ആർക്കാണ് കുടിപ്പകയുള്ളത്? ആർക്കാണ് ഇതിന് താല്പര്യമുള്ളത്? ഈ ആയുധമെടുത്ത് കലാപമുണ്ടാക്കാൻ ആർക്കാണ് താല്പര്യം? ആർക്കാണ് ബോംബ് നിർമ്മിക്കാൻ താല്പര്യം? ആർക്കാണ് കുഴപ്പമുണ്ടാക്കാൻ താല്പര്യം? ആർക്കാണ് ഈ പൊതുസമൂഹത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് ആർക്കാണ് താല്പര്യം? CPM ഒഴിച്ച് ഒരു പ്രസ്ഥാനത്തിന് താല്പര്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് CPM-നോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ സമാധാന അന്തരീക്ഷം തകർക്കരുത്. നിങ്ങൾ ഇത്തരം ആളുകൾക്ക് വലിയ വീരപരിവേഷം വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഇതിന് ആവേശം കൊള്ളുന്ന ആളുകൾ മറ്റു ആൾക്കാർ വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് അത്തരം ആളുകൾക്ക് വിശുദ്ധരായി പ്രഖ്യാപിക്കുമ്പോൾ CPM ഇതിനെ വെള്ളപൂശുകയാണ്, ഇതിന് അനുവാദം കൊടുക്കുകയാണ്. ആ അനുവാദമാണ് ഞങ്ങൾ ഭയപ്പെടുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾക്ക് പറയാനുള്ളത്, CPM സ്മാരകം നിർമ്മിക്കുന്നത് ഞങ്ങൾ ഇതിൽ ആർക്ക് വേണ്ടി സ്മാരകം നിർമ്മിച്ചോട്ടെ. CPM ഈ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യില്ല. ഈ രാജ്യത്ത് എവിടെയെങ്കിലും വെള്ളപ്പൊക്കം ഉണ്ടായ CPM പിരിക്കാനുണ്ടാവില്ല.
അതിർത്തിയിൽ ഒരു പ്രശ്നമുണ്ടായാൽ CPM സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല. ക്യൂബയിലോ ഏതെങ്കിലും രാജ്യത്ത് എന്തെങ്കിലും ഇറാഖ് പ്രശ്നം ഉണ്ടായാൽ, ഇറാന് പ്രശ്നം ഉണ്ടായാൽ, പാലസ്തീൻ പ്രശ്നം ഉണ്ടായാൽ CPM പാട്ടപ്പിരിവ് നടത്തും. ഇവിടുത്തെ ഒരു പ്രശ്നത്തിനും CPM അടുത്ത കാലത്ത് ഇടപെടുന്നില്ല. അതുകൊണ്ട് പൊതുസമൂഹത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുക CPM. ഭരണവിരുദ്ധ വികാരം CPM-നെ വേട്ടയാടുകയാണ്. CPM ഈ പൊതുസമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. പൊതുസമൂഹത്തിന് ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം വെള്ളത്തിന്റെയും കറണ്ടിന്റെയും എല്ലാത്തിന്റെയും എന്തിനു പറയുന്നു, ഒരു വീട് നിർമ്മിക്കാൻ ശ്രമിക്കില്ല, പ്ലാന് കൊടുക്കാൻ സാധിക്കില്ല, എല്ലാത്തിനും വില വർദ്ധിപ്പിക്കുക. തൊട്ടതിനൊക്കെ വില വർദ്ധിപ്പിക്കുമ്പോഴും ഇവിടെ കടക്കണിയിലായിട്ട് ഒരു സംസ്ഥാനമായി കേരളം മാറ്റി. അത് പൊതുസമൂഹത്തിനുള്ളിൽ വലിയൊരു അമർഷമുണ്ട്, ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അതിനെയൊക്കെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാക്കുന്നത് എന്നതാണ് ഞങ്ങൾക്കുള്ള അഭിപ്രായം.